ശ്രീനഗർ എയർപോർട്ട് രാജ്യത്തെ ഏറ്റവും സുരക്ഷാ ഭീഷണി നേരിടുന്ന വിമാനത്താവളമാണ്. ലഗേജുകൾ എടുക്കുവാനായി കൺവെയർ ബെൽറ്റിലേക്ക് നടക്കും. കാശ്മീരിന്റെ സാംസ്കാരിക തനിമ ഈ കൺവെയർ ബെൽറ്റ് മുതൽ തുടങ്ങുകയാണ്. ദാൽ ലേക്കിൽ ഒഴുകി നടക്കുന്ന ഷിക്കാര എന്ന തോണിയുടെ മാതൃകയാണ് ബെൽറ്റിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. നിറയെ പൂക്കളും ചെടികളുമായി തനത് കാശ്മീരി വസ്ത്രമണിഞ്ഞ ഒരു പ്രതിമയും അതിലുണ്ട്. എയർപോർട്ടിൽ നിന്ന് ദാൽ തടാകത്തിനരികിലേക്കാണ് ഇനി യാത്ര. അവിടെ ഒരു ഹൗസ് ബോട്ടിലാണ് ഇന്ന് താമസം. കടവ് എന്നർത്ഥം വരുന്ന ഒരു ഘാട്ടിൽ നിന്നും ഹോട്ടൽ ഉടമസ്ഥൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു തോണി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ ദാൽ ലേക്കിലൂടെയുള്ള ആദ്യ സഞ്ചാരം ഇവിടെ തുടങ്ങുകയാണ്. ഹൗസ് ബോട്ടിനടുത്തെത്തി. അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു ഹൗസ് ബോട്ട് തന്നെയാണ്. നല്ല വൃത്തിയുള്ള ലിവിംഗ് റൂം, ഡൈനിങ് റൂം, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇന്ന് ഇവിടെ താമസിച്ച് നാളെയാണ് ദാൽ ലേക്കിലൂടെയുള്ള ഷിക്കാര റൈഡ് ഞങ്ങൾ തുടങ്ങുന്നത്. അടുത്ത ദിവസം ദാൽ തടാകത്തിന്റെ നയനമനോഹരമായ കാഴ്ചകളോടെയാണ് പ്രഭാതം ഞങ്ങളെ വരവേറ്റത്. കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ കുട്ടിക്കാലം മുതൽ മനസ്സിൽ വന്നിരുന്ന ഒരു ദൃശ്യമാണ് ദാൽ തടാകവും അതിലൂടെ ഒഴുകുന്ന ഷിക്കാര എന്നറിയപ്പെടുന്ന നൗകകളും. അതുകൊണ്ട് ദാൽ തടാകത്തിലെ കാഴ്ചകളിലൂടെ നമുക്ക് യാത്ര തുടങ്ങാം. കേവലം വിനോദസഞ്ചാരത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ തോണികൾ ഉപയോഗിക്കുന്നത്. നാം ബൈക്കും കാറും ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് തോണികൾ ഉപയോഗിക്കുന്നത്. ഇതാ ഞങ്ങൾക്കുള്ള ഷിക്കാര തയ്യാറായി കഴിഞ്ഞു. ഞങ്ങൾ അതിലേക്ക് കയറി ഇരിപ്പിടം ഉറപ്പിച്ചു. ദാൽ തടാകത്തിലൂടെയുള്ള ഈ ഒരു സഞ്ചാരം കാശ്മീരിലേക്കുള്ള യാത്ര ചെയ്യാൻ പ്രചോദനമായി. അതുമാത്രമല്ല, യൂറോപ്യൻ ഭൂപ്രകൃതിയോട് സാദൃശ്യമുള്ള മലനിരകളും പുൽമേടുകളും അരുവികളും കാണണമെങ്കിൽ കാശ്മീരിൽ വന്നാൽ മതി. നിരവധി സഞ്ചാരികളാണ് ദാൽ തടാകത്തിൽ തോണിയാത്ര നടത്തി കാശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നത്. വളരെ സ്വസ്ഥമായി സകുടുംബമോ കൂട്ടുകാരുമൊത്തോ ആളുകൾ ഉല്ലസിക്കുകയാണ്. ചിലർ ഞങ്ങളോട് ഹായ് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു. ഇങ്ങനെ കാഴ്ചകൾ കണ്ടു നടക്കുമ്പോൾ ചില തോണിക്കാർ നമ്മുടെ സമീപമെത്തി. മറ്റാരുമല്ല, നമ്മളെ കാശ്മീരി വേഷവിധാനത്തിൽ നിർത്തി ഫോട്ടോ എടുക്കാൻ വരുന്നവരാണ്. അവർ അവരുടെ ആൽബം എല്ലാം കാണിക്കുന്നു. എന്തായാലും കാശ്മീരിൽ വന്നതിന്റെ നല്ലൊരു ഓർമ്മയാകുമല്ലോ എന്ന് കരുതി ഞങ്ങളും കാശ്മീരി വേഷത്തിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു.